കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാനെ ചൊല്ലി മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. പരസ്യ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തു വന്നു. കാസർഗോഡ് നഗരസഭയിൽ വൈസ് ചെയർമാനെ കാശിനി വിറ്റു. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ, KM ഹനീഫയെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെയാണല്ലോ ഈ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. എന്തൊക്കെ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്? കവിത, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ചെയർമാനെയും വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചത്. ഇതിൽ KM ഹനീഫയെയാണ് വൈസ് ചെയർമാനായി മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, പൊട്ടിത്തെറിയിലേക്ക് മുസ്ലിം ലീഗ് പോകുന്നത്. പരസ്യ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ 2 പേരാണ് ഈ വൈസ് ചെയർമാൻ പട്ടികയിലുണ്ടായിരുന്നത്. മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ശക്തി കേന്ദ്രമാണ് കാസർഗോഡ് നഗരസഭ. 22 സീറ്റ് ആകെ UDF ലഭിച്ച 24 സീറ്റുകളിൽ 22 സീറ്റ് മുസ്ലിം ലീഗിനാണുള്ളത്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് KM ഹനീഫിനെയും ഹമീദ് ബദ്രിയെയും 2 വിഭാഗങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. ഇതിൽ KM ഹനീഫിന് സ്ഥാനം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഹമീദ് ബദ്രിയ പക്ഷമാണ് ഈ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്, പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ലീഗ് നേതൃത്വം ഇതിന് മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല. ഈ KM ഹനീഫിന് ലീഗിന്റെ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നിലവിൽ ഉയർത്തുന്നുണ്ട്. പ്രവിത. ശരി, കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാനെ ചൊല്ലിയാണ് മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. പാർട്ടി മെമ്പർഷിപ്പോ പാരമ്പര്യമോ ഇല്ലാത്തയാളെയാണ് നിലവിൽ പണം വാങ്ങി വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് മറ്റുള്ളവർ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.